إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി പ്രപഞ്ച കേന്ദ്രമായ പരിശുദ്ധമായ കഅബക്ക് ചുറ്റും മുസ്ലിങ്ങൾ ഒരുമിച്ചുകൂടി ഹജ്ജ് കർമ്മം നിർവഹിച്ച് അതിന്റെ പരിസമാപ്തിയിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വർഷം ഹജ്ജ് നിർവഹിച്ചവരുടെ കർമ്മം മഖ്ബൂൽ മബ്റൂർ എന്ന നിലക്ക് കബൂൽ ചെയ്യുമാറാകട്ടെ. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധിക്കാതെ അവിടെ വെച്ച് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരു മുസ്ലിമിന് ആ കർമ്മം മുഖേന ലഭിക്കുന്ന ഇഹപര നേട്ടങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു. യഥാരൂപത്തിൽ ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അവൻ ഹജ്ജ് നിർവഹിച്ച് റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു, ഹജ്ജ് കഴിഞ്ഞവൻ മടങ്ങി വരുന്നത് കയൗമിൻ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച പോലെയാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശുദ്ധമായ അവസ്ഥയിലാണ് അവൻ തിരിച്ചു വരുന്നത് എന്നതാണ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിനുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഐഹിക ജീവിതത്തിൽ ജീവിത വിശുദ്ധി നേടിയെടുക്കുന്നതിന്, നാളെ പരലോകത്ത് സ്വർഗത്തിന് അർഹനാകാൻ ഒരു മുസ്ലിമിനെ പ്രാപ്തനാക്കുക എന്നതാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഹജ്ജ് ചില പ്രത്യേക സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ ഹജ്ജ് കർമ്മത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പഠിക്കേണ്ടതും പകർത്തേണ്ടതുമായ ചില സന്ദേശങ്ങളുണ്ട്. അതിലൊന്നാണ് മനുഷ്യർക്കിടയിലുള്ള സമത്വവും സാഹോദര്യവും. വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ വിളിച്ചു പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ
വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ നാം പടച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത കക്ഷികളാക്കിയത് അല്ലെങ്കിൽ വ്യത്യസ്ത ഗോത്രങ്ങളാക്കിയത് ലിതആറഫു, നിങ്ങൾക്ക് അഡ്രസ്സിന് വേണ്ടിയാണ്, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. വ്യത്യസ്ത ഗോത്രങ്ങളും വർഗക്കാരും ഭാഷക്കാരുമാക്കിയത് ഒരിക്കലും തമ്മിൽ പോരാടാനല്ല, മറിച്ച് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി. അതല്ലാതെ റബ്ബിങ്കൽ അവനുള്ള സ്ഥാനമെന്നത് അതൊരിക്കലും വർണ്ണത്തിന്റെ പേരിലല്ല, ഗോത്രത്തിന്റെ പേരിലല്ല, തറവാടിത്തത്തിന്റെ പേരിലല്ല, ഭാഷയുടെയോ നിറത്തിന്റെയോ പേരിലല്ല, മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്നവൻ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനാണ്. തഖ്വയാണ് അവിടെയുള്ള മാനദണ്ഡം. അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത തറവാടുകളുമാക്കിയതിൽ പ്രത്യേകമായ ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. വഖ്തിലാഫു അൽസിനതികും വഅൽവാനികും, നിങ്ങളുടെ ഭാഷ വ്യത്യസ്തമായത്, അതുപോലെ നിങ്ങളുടെ നിറം വ്യത്യസ്തമായത്, അതിലൊക്കെ ചില പ്രത്യേകമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ ആലമീൻ, ലോകർക്ക് അതിൽ ആയാത്തുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. കുല്ലുക്കും ബനു ആദം, നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്. വആദമു മിൻ തുറാബ്, ആദം മണ്ണിൽ നിന്നുമാണ്. ലാ ഫദ്ല ലിഅറബിയിൻ അലാ അജമി, ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല, ഒരു ഫദ്ലുമില്ല. വലാ അബിയല അലാ അസ്വദ് ഇല്ലാ ബിത്തഖ്വ, വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. അപ്പൊ തഖ്വയാണ് മാനദണ്ഡം, സ്ഥാനമാനങ്ങളുടെ മാനദണ്ഡം എന്നത് തഖ്വയാണ്. ആദരിക്കപ്പെടുന്നതിന്റെ മാനദണ്ഡം എന്നത് തഖ്വയാണ്. അൽ മുസ്ലിമൂന ഇഖ്വ, മുസ്ലിമീങ്ങൾ അവർ സഹോദരന്മാരാണ്. ലാ ഫദ്ല ലി അഹദിൻ അലാ അഹദിൻ ഇല്ലാ ബിത്തഖ്വ, ആ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരാൾക്ക് മറ്റൊരാളെക്കാൾ ഒരു ഫദ്ലുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. അത് പറഞ്ഞ മുസ്ലിങ്ങൾക്കിടയിലാണ് സ്ഥാനമാനത്തിന്റെ പേരിൽ, തറവാടിന്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ അവർ അഹങ്കാരം നടിക്കുന്നുവെങ്കിൽ അവരോടാണ് പറഞ്ഞത് അൽ മുസ്ലിമൂന ഇഖ്വ ലാ ഫദ്ല ലി അഹദിൻ അലാ അഹദിൻ ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ ഒരു സ്ഥാനവും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനേക്കാൾ ഇല്ല എന്ന് പഠിപ്പിക്കുകയാണ്. ഒരേ ഒരു സൃഷ്ടാവിന്റെ വിനയമുള്ള സൃഷ്ടികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ തഖ്വയാണ് സ്ഥാനമാനങ്ങളുടെ മാനദണ്ഡം, ആദരവിന്റെ മാനദണ്ഡം അതാണ് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇയാദ് ഇബ്നു ഹിമാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഔഹാ ഇലൈ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് വഹിയായിട്ട് അവതരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹ് എനിക്ക് വഹി ഇറക്കി തന്നിട്ടുണ്ട്. എന്താ വിഷയം? അൻതവാലഉ, നിങ്ങൾ വിനയാന്വിതരായി കഴിയണമെന്ന്, വിനയമുള്ള അടിമകളായി ജീവിക്കണമെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. ഹത്താ ലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ, ഒരാൾ മറ്റൊരാളെക്കാൾ ഒരിക്കലും ദുരഭിമാനിയായി തീരാൻ പാടില്ല, ദുരഭിമാനം നടിക്കാൻ പാടില്ല. വലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേൽ ഒരിക്കലും തന്നെ അക്രമം കാണിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകമായി വഹി അവതരിപ്പിക്കപ്പെട്ട വിഷയമാണിത്. മുസ്ലിമീങ്ങൾക്കിടയിൽ ഫഖ്ർ പാടില്ല എന്നത്. സ്ഥാനം കൽപ്പിക്കുന്നു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനേക്കാൾ സ്ഥാനം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തഖ്വയായിരിക്കണം അതിന്റെ മാനദണ്ഡം. അല്ലാത്തൊരു മാനദണ്ഡം വിശ്വാസികൾക്കിടയിൽ ഇല്ല. കാരണം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാന്റെ അടുക്കലുള്ള മാനദണ്ഡം എന്നത് അത് തഖ്വയാണ്. അത്ഖാക്കും, നിങ്ങൾ ഏറ്റവും തഖ്വയുള്ളവനാണ് എന്നതാണ്. ഹജ്ജ് നൽകുന്ന വലിയൊരു സന്ദേശം അതാണ്. മറ്റൊന്ന്, ഹജ്ജിലൂടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം, ഒരേ വേഷം ധരിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി അവിടെ ഹജ്ജിലൂടെ രാജാവും പ്രജയും മുതലാളിയും തൊഴിലാളിയും പണക്കാരനും പണിക്കാരനും
എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളായി അവനെ മാത്രം ആരാധിക്കുന്നു, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അവനോട് മാത്രം തേടുന്നു. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങൾ ഒറ്റ സമുദായമാണ്, അതുകൊണ്ട് വഅന റബ്ബുക്കും ഫഅബ്ദൂൻ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, എന്നെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ റബ്ബിനെ ആരാധിക്കുന്ന വിഷയത്തിൽ മധ്യവർത്തികൾ പാടില്ല, ഇടയാളന്മാരില്ല. നേർക്കുനേരെ റബ്ബിനോടുള്ള ബന്ധം സുദൃഢമാക്കുകയാണ് ഓരോ മുസ്ലിമും ഹജ്ജിന്റെ ഓരോ കർമ്മത്തിലൂടെ ചെയ്യുന്നത്. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തെ സുദൃഢമാക്കുകയാണ്. അവിടെ ഒരിക്കലും ഇടയാളന്മാരെ, മധ്യവർത്തികളെ നമുക്ക് കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ പഠിപ്പിച്ചത് വമാ ലഹും ഫിൽ അർള് മിൻ വലിയ്യിൻ വലാ നസീർ, അവർക്ക് അല്ലാഹുവിനെ കൂടാതെ ഒരു വലിയില്ല, ഒരു രക്ഷാധികാരിയില്ല, ഒരു സഹായിയില്ല. വമാ ലക്കും മിൻ ദൂനില്ല മിൻ വലിയ്യിൻ വലാ നസീർ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്കൊരു വലിയും നസീറുമില്ല. മാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ ഷഫീഅ്, നിങ്ങൾക്ക് അല്ലാഹുവിനെ കൂടാതെ രക്ഷാധികാരിയോ ശുപാർശകനോ ഇല്ല. ഇങ്ങനെ വ്യത്യസ്ത ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു പിതാവും ഒരു മാതാവും ഒരു മകനും അടങ്ങുന്ന കുടുംബം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഹാജർ, ഇവർക്കിടയിൽ ആ ഒരു 3 മഹത്തുക്കളെ ഓർക്കാതെ, അവരുടെ ചര്യകൾ ഇത്തിബാ ചെയ്യാതെ ഒരു ഹാജിക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരാണ് ഇവർ. ഹക്ക്, ജാഹ്, ബറക്കത്ത്, കറാമത്ത് നേടിയവരാണവർ. എന്നിട്ടും എവിടെയെങ്കിലും ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു കർമ്മത്തിൽ ഇബ്രാഹിം നബിയോടൊരു പ്രാർത്ഥന, ഇസ്മായിൽ നബിയോടൊരു സഹായാർത്ഥന, ഹാജറിനോടൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധ്യമല്ല. വേണ്ട, അവരെ മധ്യവർത്തികളായി പ്രാർത്ഥിക്കുന്നില്ല. അവരുടെ ഹക്ക്, ജാഹ്, ബറക്കത്ത് കൊണ്ട് തേടുന്ന ഒരു തേട്ടം ഹജ്ജിന്റെ ഏതെങ്കിലും കർമ്മങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. മറിച്ച് മുഴുവൻ കർമ്മങ്ങളും ആ മഹാരഥരെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള തേട്ടം, അള്ളാഹുവിനോടുള്ള അർത്ഥന, അത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എനിക്കെന്റെ റബ്ബ് ഉണ്ട് എന്ന ബോധമാണ് ഒരു വിശ്വാസിക്ക് ഹജ്ജ് പ്രദാനം ചെയ്യുന്ന ഏറ്റവും മഹത്തായ സന്ദേശം. എനിക്കെന്റെ റബ്ബുണ്ട്, ആരില്ലെങ്കിലും എനിക്കെന്റെ റബ്ബുണ്ട് എന്നുള്ള ആ ബോധ്യമാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയുന്നു. അവന്റെ കണ്ഠനാടിയേക്കാൾ, ജീവനാടിയേക്കാൾ നാം അവനോട് അടുത്തവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. വേണ്ട, സൂറത്തുൽ ബഖറയിൽ കാണാം വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ പ്രവാചകനോട് പല വിഷയങ്ങളും ചോദിച്ചത് വിശുദ്ധ ഖുർആൻ പല ആയത്തുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി നമുക്ക് കാണാം യസ്അലൂനക അനിൽ അഹില്ല, ചന്ദ്രന്റെ രാശിയെ കുറിച്ച് അവർ നബിയെ നിന്നോട് ചോദിക്കുന്നു. ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, പറയുക അത് സമയം നിർണയിക്കുന്നതിന് വേണ്ടി, ഹജ്ജിന്റെ സമയം അറിയുന്നതിന് വേണ്ടി കുൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നബിയെ പറഞ്ഞു കൊടുക്കുക. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്, മദ്യത്തെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക. യസ്അലൂനക അനിസ് സാഅ, അന്ത്യസമയത്തെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. യസ്അലൂനക അനിൽ മഹീദ്, ആർത്തവത്തെ കുറിച്ച് ചോദിക്കുന്നു. ഖുൽ ഹുവ അദൻ ഫഅ്തസിലുൻ നിസാ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാവരും, അവിശ്വാസികളും അല്ലാത്തവരും വന്ന് പല വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്തരം ഇടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുക കുൽ കുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക എന്നതാണ്. എന്നാൽ തൗഹീദിന്റെ വിഷയം വന്നപ്പോ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുടെ വിഷയം വന്നപ്പോ നബിയെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയാതെ അള്ളാഹ് ആ വിഷയത്തിൽ പോലും ഒരു മധ്യവർത്തിയെ, ഒരു ഇടയാളനെ അവിടെ നിശ്ചയിച്ചിട്ടില്ല. നേരിട്ടല്ല പറയാണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നോട് എന്റെ അടിമകൾ ചോദിച്ചാൽ നബിയെ പറഞ്ഞു കൊടുക്കുക എന്നവിടെ ഇല്ല.
കുൽ എന്നവിടെ ഇല്ല. അല്ല നേരിട്ട് പറയാ, ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാനി, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ അവന് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാതെ അല്ല നേരിട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആ വിഷയത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു തആല ആയത്ത് അവതരിപ്പിച്ച സന്ദർഭത്തിൽ എത്രമാത്രം സൂക്ഷ്മതയോട് കൂടി അവതരിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, സഹായാർത്ഥന, നമ്മുടെ തേട്ടം അത് അള്ളാഹുവിനോട് മാത്രമാകണമെന്ന ഏറ്റവും വലിയ സന്ദേശമാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം നമുക്ക് നൽകുന്നത്. റബ്ബല്ലാത്ത ഒരു വ്യക്തി, റബ്ബല്ലാത്ത ഒരു ശക്തി, റബ്ബല്ലാത്ത ഒരു സൃഷ്ടി അത് നമ്മെ രക്ഷിക്കാൻ, നമ്മെ സഹായിക്കാൻ ഇല്ല എന്നുള്ള വലിയ പാഠമാണ്. ഖുലിദുൽ ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹവീല. നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്ക് ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും, ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഒരു ദുരിതത്തെ, ഒരു പ്രയാസത്തെ മാറ്റിത്തരാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ നിലക്കുള്ള ഒരു തേട്ടം അവരോടുണ്ടായാൽ ഇന്ന ശിർക ലദുൽമുൻ അലീം, അത് വലിയ പാതകമാണ്, മഹാ അക്രമമാണ്. ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത അല്ലാഹുവിന് പുറമുള്ളവരെ നീ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നീ മഹാ അക്രമമാണ് ചെയ്യുന്നത്. ഫഇൻ ഫഅൽത ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, നിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നീ മഹാ അക്രമികളിൽ പെട്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ തൗഹീദിന്റെ വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ പടനായകൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അദ്ദേഹം ജീവിതകാലം മുഴുവൻ വീട്ടിൽ നിന്ന് ആരംഭിച്ചു, നാട്ടിലൂടെ ദഅവത്ത് നടത്തി, തൗഹീദിന്റെ പ്രബോധനത്തിന് വേണ്ടിയാണ്. ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. അതിൽ മുഴുവനും തൗഹീദിന്റെ വിളംബരമാണ്, പ്രഖ്യാപനമാണ്, തൗഹീദ് ഉറപ്പിക്കുകയാണ്. നമ്മളും റബ്ബുമായുള്ള സാമീപ്യം അത് സുദൃഢമാക്കുകയാണ് ഹജ്ജിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുക. ഹജ്ജ് കർമ്മം അടക്കമുള്ള ഏത് ഇബാദത്തുകളിൽ മുഴുകുമ്പോഴും ആ നിലക്കുള്ള ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمدلله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യന്റെ നിസ്സഹായതയും ദൗർബല്യവും വിളിച്ചോതുന്നതാണ് ഇന്നലെ അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം. മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും മനുഷ്യന്റെ ദൗർബല്യത്തെ വിളിച്ചറിയിക്കുകയാണ്. ആധുനിക സൗകര്യങ്ങളും ടെക്നോളജിയും എത്ര ഉയർന്നു എന്ന് പറയുമ്പോഴും മനുഷ്യ നീ ദുർബലനാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരളത്തിന്റെ കടൽ തീരത്ത് 2 കപ്പലുകൾ അപകടത്തിൽപ്പെട്ടത്. അതിൽ കത്തിയാളുന്ന ആ തീയണക്കാൻ പോലുമാകാതെ ദിവസങ്ങൾ ഭീതിയോടുകൂടി കഴിഞ്ഞുകൂടിയത്. വിമാന ദുരന്തത്തിൽ 242-ൽ 241 ആളുകളും മരണപ്പെട്ടുവെന്നും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നും പറയുന്നു. 30 സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നാണ്. ആ രക്ഷപ്പെട്ട മനുഷ്യന് ചുറ്റും മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടുകയാണുണ്ടായത്. ഓരോ അപകടങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വിചാരത്തിന് നമ്മെ പ്രേരിപ്പിക്കണം. ഓരോ അപകടങ്ങൾ കേൾക്കുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന കരുത്തുറ്റ വാചകം, അതാണ് ആത്മനിയന്ത്രണത്തോടു കൂടി നമ്മെ നിലനിൽക്കാൻ നമുക്ക് പ്രാപ്തി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ വാചകം.
ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്. ജീവിതം എന്നത് ഇതല്ല, ഇവിടെ നാം എത്തിയത് എന്നൊന്നും ജീവിക്കാനല്ല. ഇതൊരു പരീക്ഷണ ലോകമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അറിയാൻ ശ്രമിക്കുന്നവർ ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അത് അവരെ തിരിച്ചറിയുന്നതിനു വേണ്ടിയുള്ള ഒരു പരീക്ഷണാലയമാണ് ഈ ജീവിതമെന്നത്. അതിൽ വിജയിക്കാൻ നമുക്ക് കഴിയണം. മരണമില്ലാത്ത ജീവിതം അത് നാളെ പരലോകത്താണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്, അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ എങ്ങനെ ജീവിച്ചു പോകും? നമ്മുടെ ജീവിതത്തിന്റെ പല സമയം പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കാറുണ്ട്. തഫ്സീറുകളിൽ കാണാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച കാര്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, യംബഗീ ലിൽ ആഖിൽ അൻ യകൂന ലഹു അർബഉ സഅഅത്തിൻ. ബുദ്ധിയുള്ള മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ 4 സമയങ്ങൾ മാറ്റിവെക്കും. ഒന്ന്, സഅത്തുൻ യുനാജി റബ്ബഹു, തന്റെ റബ്ബുമായി സംസാരിക്കാൻ. തന്റെ റബ്ബുമായി സംസാരിക്കുന്നതിന് വേണ്ടി അവന്റെ സമയത്തെ അവൻ മാറ്റിവെക്കും. വസഅത്തുൻ യുഹാസിബു നഫ്സഹു, പിന്നെ അവൻ മാറ്റിവെക്കുന്നത് സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി. ഈ പോക്ക് പോയാൽ നാളെ ഞാൻ രക്ഷപ്പെടുമോ? ഇടക്കിടക്ക് സ്വയം വിചാരണ, മുഹാസബത്തുൻ നഫ്സ് അവൻ നടത്തിക്കൊണ്ടിരിക്കും. 3-ാമത്തെ സമയം അവൻ മാറ്റിവെക്കുന്നത് വസാഅത്തുൻ യതഫക്കറു ഫീ സുനഇല്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് പിന്നെ യാന്വിതമായ മനസ്സോടുകൂടി ആ റബ്ബിലേക്ക് മടങ്ങാൻ അവന് സാധിക്കും. അതിനുവേണ്ടി, ആ ചിന്തക്ക് വേണ്ടി അവൻ സമയം മാറ്റിവെക്കും. 4-ാമത്തേത് വസാഅത്തുൻ യഖ്ലു ഫീഹാ ലിഹാജതിഹി മിനൽ മത്അമി വൽ മശ്റബ്, അന്നപാനീയങ്ങൾക്ക് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി അവൻ സമയം മാറ്റിവെക്കും. ഈ നിലക്കാണ് ഒരു വിശ്വാസി, ഒരു ആക്ടിൽ, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അവന്റെ സമയത്തെ മാറ്റിവെക്കുക എന്നതാണ്. പക്ഷെ പലപ്പോഴും ഐഹിക വിഭവങ്ങൾ കരസ്ഥമാക്കുന്നതിൽ മാത്രം മുഴുകിക്കൊണ്ട് മറ്റുള്ളതെല്ലാം വിസ്മരിച്ചു പോകുന്ന അവസ്ഥ മുസ്ലിം സമുദായത്തിനുണ്ട്. കുല്ലുന്നാസി യഗ്ദു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലുന്നാസി യഗ്ദു, രാവിലെ അങ്ങോട്ട് പുറപ്പെടും മനുഷ്യന്മാർ. ഫബായിഉ നഫ്സഹു വമൂബിഖുഹു ഔ മുഅ്തിഖുഹു യബീഉ ദീനഹു ലിഅർളിൻ മിനദ് ദുനിയ ഖലീൽ. എന്നിട്ട് അവൻ പുറപ്പെട്ടു, ഒന്നുകിൽ അവൻ അവന്റെ ശരീരത്തെ കൊണ്ടുപോയി നശിപ്പിക്കും, അതല്ലെങ്കിൽ അവൻ മോചിപ്പിക്കും. യബീഉ ദീനഹു ലിഅർളിൻ മിനദ് ദുനിയ ഖലീൽ, ദുനിയാവിലെ തുച്ഛമായ വിഭവത്തിന് വേണ്ടി ദീനിനെ അവൻ വിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. ദുനിയാവിന്റെ പിന്നാലെ പോയി ദീന് മറക്കുന്നു, തന്നെ കുറിച്ച് അവൻ മറക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ അഖ്ഷാ അലൈക്കുമുൽ ഫഖർ, ഫഖറിനെ ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നില്ല. വലാകിൻ അഖ്ഷാ അലൈക്കും അൻ തുബ്സത ലക്കുമുൽ അർളു വസീനതഹാ, ഈ ദുനിയാവ്, അതിലെ അലങ്കാരം, അത് നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് മരണത്തെ ഏത് സമയവും മുന്നിൽ കാണുകയും ഏത് സമയം മരിക്കേണ്ടി വന്നാലും ഒരിക്കലും ആ വിമാനത്തിൽ കയറിയ ആളുകൾ, ആ എയർപോർട്ടിൽ നിന്ന് അതിൽ നിന്ന് കയറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷം അവർ മരണപ്പെടുമെന്ന് ഒരാള് പോലും ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു സൂചന അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ഫ്ലൈറ്റിൽ അവർ കയറുമായിരുന്നില്ല. ഭൂമിയിൽ എവിടെ വെച്ചാണ് നീ മരണപ്പെടുക എന്നത് ഒരു നഫ്സും അറിയുകയില്ല. നമ്മുടെ ഒക്കെ കാര്യം ആ രൂപത്തിലാണ്. അള്ളാഹു എല്ലാ നിലക്കുമുള്ള ആപത്തിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടത്തിൽപ്പെട്ട ആളുകളുടെ വേദനയിൽ നമ്മൾ പങ്കുചേരുക. ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട്, എത്രയും പെട്ടെന്ന് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല യഥാർത്ഥ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദല്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.